യോഗ്യതയോടെ വേണം പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരുവാൻ എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് പറഞ്ഞയക്കൽ ശുശ്രൂഷ. മാമോദീസ സ്വീകരിച്ചവരും മാരകപാപം ചെയ്തിട്ടുണ്ടെങ്കിൽ കുമ്പസാരിച്ചവരും പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ തയ്യാറായവരുമാണ് കുർബാനയുടെ രണ്ടാം ഭാഗത്ത് പങ്കുചേരുവാൻ യോഗ്യരായവർ. ബാക്കിയുള്ളവർ ദേവാലയത്തിൻ്റെ വാതിൽക്കൽ പോയി നിൽക്കുക എന്നതായിരുന്നു പുരാതന കാലത്ത് ചെയ്തിരുന്നത്. ഇന്ന് നാം അങ്ങനെ ചെയ്യുന്നില്ലെങ്കിലും യോഗ്യതയോടുകൂടെയാണോ കുർബാനയിൽ പങ്കെടുക്കുന്നത് എന്ന് ആത്മശോധന ചെയ്യാം. യോഗ്യതയില്ലാതെ പരിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ എന്ത് സംഭവിക്കും? ഈശോ കുർബാന സ്ഥാപിച്ചത് പെസഹായുടെ അന്നാണല്ലോ. അന്ന് ഈശോയുടെ കയ്യിൽ നിന്ന് ആദ്യം കുർബാന സ്വീകരിച്ചത് യൂദാസാണ്. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 13-ാം അധ്യായം 27 നാം വായിക്കുന്നു, അപ്പകഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു. അത് അവന് ശിക്ഷയ്ക്ക് കാരണമായി. അയോഗ്യതയോടെ പരിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ അത് നമ്മുടെ നന്മയ്ക്കല്ല, ശിക്ഷാവിധിക്കാണ് കാരണമാകുന്നത്. യോഗ്യതയോടെ മാത്രം നമുക്ക് പരിശുദ്ധ കുർബാന സ്വീകരിക്കാം. ദിവ്യ രഹസ്യങ്ങളുടെ സംവഹിക്കൽ നമ്മുടെ കുർബാനയിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ശംശാനമാറാണ് ബേസ്കസയിൽ നിന്ന് ദിവ്യ രഹസ്യങ്ങളായ അപ്പവും വീഞ്ഞും പ്രദക്ഷിണമായി ബലിപീഠത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഈ പ്രദക്ഷിണം ഈശോയുടെ കാൽവരി യാത്രയാണ് അനുസ്മരിക്കുന്നത്. ഈ സമയത്ത് വെറും കാഴ്ചക്കാരെ പോലെ നിൽക്കാതെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ഈശോയുടെ സഹനങ്ങളെ ധ്യാനിക്കാം. ദിവ്യരഹസ്യങ്ങൾ ബലിപീഠത്തിലേക്ക് സംവഹിക്കപ്പെട്ട ശേഷം സഹകാർമ്മികനോ കാർമ്മികനോ കാസയും പീലാസയും സ്ലീവായുടെ ആകൃതിയിൽ നെറ്റിവരെ ഉയർത്തി തക്സയിൽ കൊടുത്തിരിക്കുന്ന ഒരു പ്രാർത്ഥന ചൊല്ലുന്നു. ഈ അടയാളം ഈശോയുടെ സ്ലീവാ മരണത്തെയാണ് അനുസ്മരിപ്പിക്കുന്നത്. ഈശോ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ് സ്ലീവായിൽ മരിച്ചതെന്ന ഉറച്ച വിശ്വാസത്തോടെ ഈ സമയം നമുക്കായിരിക്കാം. സ്ലീവ അടയാളത്തിൽ കാസയും പിലാസയും ഉയർത്തി പ്രാർത്ഥന ചൊല്ലിയ ശേഷം കാർമ്മികൻ അവ ബലിപീഠത്തിൽ പ്രതിഷ്ഠിക്കുന്നു. അതിനുശേഷം ശോശപ്പ കൊണ്ട് ദിവ്യരഹസ്യങ്ങളെ മൂടുന്നു. ഈ അടയാളം കല്ലറയിലുള്ള ഈശോയുടെ സംസ്കാരത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈശോയുടെ കല്ലറ മൂടിയ കല്ലിനോടാണ് ഈ സമയത്തെ ശോശപ്പയെ സഭാപിതാക്കന്മാർ സദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ പരിശുദ്ധ കുർബാനയിലെ ഒന്നാമത്തെ ഗേഹന്താവൃത്തത്തിന് ശേഷം കാർമ്മികൻ ദിവ്യരഹസ്യങ്ങൾ മൂടിവെച്ചിരുന്ന ശോശപ്പ എടുത്ത് ചുരുട്ടി ദിവ്യരഹസ്യങ്ങളുടെ ചുറ്റുമായി വെക്കുന്നു. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 20-ാം അധ്യായം 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, കച്ച അവിടെ കിടക്കുന്നതും തലയിൽ കെട്ടിയിരുന്ന തുവാല കച്ചയോട് കൂടെയല്ലാതെ തനിച്ച് ഒരിടത്ത് ചുരുട്ടി വെച്ചിരുന്നതും അവൻ കണ്ടു. ഈ അടയാളം ഈശോയുടെ ഉത്ഥാനത്തെ സൂചിപ്പിക്കുന്നു. ദിവ്യരഹസ്യങ്ങൾ ബലിപീഠത്തിലേക്ക് സംവഹിക്കപ്പെടുമ്പോഴും അവ ബലിപീഠത്തിൽ പ്രതിഷ്ഠിക്കപ്പെടുമ്പോഴും ജനം ആലപിക്കുന്ന ഗീതമാണ് ഓനീസാദ്രാസെ അഥവാ ദിവ്യരഹസ്യ ഗീതം. ഈ ഗീതം കാലത്തിനനുസരിച്ചും തിരുനാളുകൾക്കനുസരിച്ചും മാറി മാറി വരുന്നു. ഈ ഗീതം ആലപിക്കുമ്പോൾ ഈശോയുടെ പീഡാസഹനവും മരണവുമാണ് നാം അനുസ്മരിക്കുന്നത്. ഈശോയുടെ ശരീരരക്തങ്ങളായി തീരേണ്ട അപ്പവും വീഞ്ഞും ബലിപീഠത്തിൽ പ്രതിഷ്ഠിക്കപ്പെടുന്ന ഈ അവസരത്തിൽ ഏറ്റവും ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ നമുക്ക് നിൽക്കാം. താതനും അതുപോലെന്ന് തുടങ്ങുന്ന ഗീതം ദിവ്യരഹസ്യ ഗീതത്തിന്റെ 2-ാം ഭാഗമാണ്. ദിവ്യരഹസ്യ ഗീതത്തിന്റെ ആദ്യ ഭാഗത്ത് മിശിഹായുടെ പെസഹാ രഹസ്യങ്ങളാണ് നാം അനുസ്മരിച്ചതെങ്കിലും അതിന്റെ 2-ാം ഭാഗത്ത് മിശിഹായുടെ പെസഹാ രഹസ്യങ്ങളിൽ പങ്കുചേർന്ന് വിശുദ്ധരായവരെ ഓർക്കുകയാണ് നാം ചെയ്യുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധ കന്യകാമറിയത്തെയും മാർ യൗസേപ്പിനെയും മാർ തോമായെയും സ്ലീഹന്മാരെയും വിശുദ്ധരെയും ബലിപീഠത്തിൽ ഓർക്കുന്നത്. മിശിഹായുടെ പെസഹാ രഹസ്യങ്ങളിൽ നിന്ന് ശക്തി സ്വീകരിച്ച് നമുക്ക് മാതൃകയായവരെ പരിശുദ്ധ കുർബാനയിൽ ഓർക്കുന്നത് വളരെ അർത്ഥവത്താണ്. പരിശുദ്ധ കുർബാനയുടെ എന്നല്ല, എല്ലാ കൂദാശകളുടെയും ഒരു അനിവാര്യ ഘടകമാണ് നമ്മുടെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം. എല്ലാ കൂദാശകളുടെ പരികർമ്മത്തിലും ഭക്താഭ്യാസങ്ങളിൽ പോലും വിശ്വാസ പ്രമാണം വലിയ പ്രാധാന്യത്തോടെ ചൊല്ലുന്നത് എല്ലാ സഭകളുടെയും പാരമ്പര്യമാണ്. ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് യോഗ്യരായി തീരാൻ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം അത്യാവശ്യമാണെന്ന് സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നു. ഉറച്ച വിശ്വാസം പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതിനുള്ള വലിയ ഒരു മനോഭാവമാണെന്ന് നമുക്ക് ഓർക്കാം. അനേകം അത്ഭുതങ്ങൾ ഈശോ തൻ്റെ ജീവിതത്തിൽ ചെയ്യുന്നതായി സുവിശേഷങ്ങളിൽ നാം കാണുന്നു. ഈ അവസരങ്ങളിൽ വിശ്വാസത്തിന് ഈശോ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. മനുഷ്യാധ്വാനത്തിൻ്റെ ഫലമായ അപ്പവും വീഞ്ഞും ഈശോ തൻ്റെ ശരീരരക്തങ്ങളാകുന്ന വലിയ അത്ഭുതം പരിശുദ്ധ കുർബാനയിൽ നടത്തുവാൻ പോവുകയാണ്. അതിനു മുൻപ് നാം വിശ്വാസം പ്രഖ്യാപിക്കുക എന്നത് യോജ്യമായ കാര്യമാണ്. അതിനാൽ ഹൃദയത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി പരിശുദ്ധ കുർബാനയുടെ ബലിഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം.
നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാന കാര്യങ്ങളെല്ലാം വിശ്വാസ പ്രമാണത്തിൽ നാം ഏറ്റുപറയുന്നു. ഏകദൈവമാണ് പരിശുദ്ധ തൃത്വം. ആ ദൈവത്തിൽ 3 ആളുകളുണ്ട്. മിശിഹ 2 സ്വഭാവങ്ങളുള്ള ഏക ആളാണ്. അവിടുന്ന് പീഡകൾ സഹിച്ച് മരിച്ച് ഉയർത്തു. അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുവാനിരിക്കുന്നു. പരിശുദ്ധ റൂഹ ജീവദായകനാണ്. സഭ ഏറ്റവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമാണ്. മാമോദീസ പാപമോചകമാണ്. ശരീരത്തിന് ഉയർപ്പും നമുക്ക് നിത്യായുസ്സുമുണ്ട് എന്നീ കാര്യങ്ങൾ നാം വിശ്വാസ പ്രമാണത്തിൽ ഏറ്റുപറയുന്നു. വിശ്വാസം ഏറ്റുപറയുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു എന്നതിനു പകരം ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ പരിശുദ്ധ കുർബാനയുടെ വലിയൊരു പ്രത്യേകതയാണ്. ദൈവാരാധന, പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാന, വ്യക്തിപരമായ ഒരു പ്രാർത്ഥനയല്ല, മറിച്ച് സഭയുടെ പ്രവൃത്തിയാണ് എന്ന് വ്യക്തമാക്കുകയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് ഏറ്റുപറയുന്നത് വഴി. സ്വാർത്ഥതയും തൻകാര്യവും മാറ്റിവെച്ച് സ്നേഹത്തോടെയും ഐക്യത്തോടെയുമാണ് പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരേണ്ടത് എന്നത് ഇക്കാര്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വിശ്വാസ പ്രമാണത്തിനു ശേഷം കാർമികൻ പരിശുദ്ധ കുർബാനയുടെ ബലിഭാഗം പരികർമ്മം ചെയ്യുവാനായി ബലിപീഠത്തിലേക്ക് പ്രദക്ഷിണമായി പോകുന്നു. 3 പ്രാവശ്യം അഗാധമായി ആചാരം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ബലിപീഠത്തെ സമീപിക്കുന്നത്. കർത്താവിന്റെ ബലിയർപ്പിക്കുവാൻ താൻ യോഗ്യനല്ലെന്നും തന്റെയും തന്റെ കൂടെയായിരിക്കുന്ന ദൈവജനത്തിന്റെയും പാപങ്ങൾ ക്ഷമിച്ച് ബലിയർപ്പിക്കുവാൻ തന്നെ യോഗ്യനാക്കണമെന്നും കാർമികൻ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ബലിപീഠത്തോടുള്ള തന്റെ ആദരവും ബഹുമാനവും വ്യക്തമാക്കുകയാണ് അദ്ദേഹം ബലിപീഠത്തിൽ 3 പ്രാവശ്യം ചുംബിക്കുന്നത് വഴി.